ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് നോക്കാം. കാലത്ത് മോൾക്ക് മദ്രസയുണ്ട്. അപ്പോൾ മദ്രസയിലേക്ക് പോകാനായിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഞാനും കൂടെ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് പുറത്തിരുന്ന് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. മോളുടെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ അവൾ പോവും. ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ചായ കുടിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഫ്രണ്ട് സൈഡിലാണ് റോഡുള്ളത്. ഫ്രണ്ട് സൈഡിൽ റോഡായതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര മടിയുള്ള കാര്യമാണ്. വെറുതെ ഇരിക്കലുണ്ട്, മക്കളെയൊക്കെ കളിക്കാൻ വിടുമ്പോൾ ഞാനിവിടെ വന്നിരിക്കലുണ്ട്. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ അങ്ങനെ മോള് മദ്രസയിലേക്ക് പോയപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കണമല്ലോ. അപ്പോൾ നമ്മുടെ പുതിയ കുക്കറിലാണ് ഇന്നത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പരിപ്പൊക്കെ കഴുകി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ ഇഡ്ഡലി കൂടി റെഡി ആക്കണം. തലേന്നൊക്കെ മാവൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചത്. അത് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ. ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് പോലും നമ്മളെ വീട്ടമ്മമാർ അത്രയും പ്രാധാന്യം കൊടുക്കുന്നവരാണല്ലോ അല്ലേ. എന്നെപ്പോലെയുള്ളവർക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് മാവ് ഒഴിച്ച് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തീരുമാനിച്ചത് തട്ടിക്കൂട്ട് സാമ്പാറിൽ തന്നെ ഒപ്പിക്കാന്നുള്ളത്. അതാവുമ്പോൾ ചോറിനാണെങ്കിലും കഴിക്കാം, പലഹാരത്തിനാണെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് രണ്ടിനും പോകുന്ന രീതിയിലുള്ള ഒരു കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി വയ്ക്കാൽ. ഇപ്പോൾ എന്തായാലും അതിനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ പിന്നെ വേഗം തന്നെ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് ടൗണിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.